Hi, hello everyone. My name is Subin. Welcome to our program. ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിലും ഒരു ബിസിനസ് കൺസൾട്ടന്റ് എന്ന നിലയിലും യു എയിലുള്ളവർക്ക് ഒരുവിധ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, മിസ്റ്റർ റിയാസ് കിൽട്ടൺ. റിയാസ് ബൈ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സുബിൻ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഞാൻ കുറേ കാലമായിട്ട് റിയാസ് ബൈ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, ഇപ്പോൾ 25 വർഷത്തിലും മീതായിട്ട് നമ്മളിപ്പോൾ കിൽട്ടൺ നമ്മളുടെ സ്ഥാപനം അതുപോലെ തന്നെ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിക്ക് ബേസിക്കായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ബേസിക് ആയിട്ട് ഇപ്പോൾ അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊക്കെ എൻക്വയറി ഇടുന്ന ആളുകളെ പ്രത്യേകിച്ച് പറയുന്നത് ഇന്ന ബിസിനസ് എന്നതിന് പുറത്തോട്ട് എനിക്കൊരു ലൈസൻസ് ഉണ്ടാക്കണം എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ എന്ത് ലൈസൻസ് വേണമെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ കൺസൾട്ടൻസ് ഒക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പറയും എന്താണെന്ന് അറിയില്ല, എന്തെങ്കിലും ഒരു ബിസിനസ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുമെന്നായിരിക്കും. അത് നമുക്കൊരു ചലഞ്ചാണ്. കാരണം ഒരാൾക്കൊരു ഇന്ന ബിസിനസ് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ആളല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത് അറിയാൻ സാധിക്കില്ല. അപ്പം അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ്, അതുപോലെ അവർ പിന്നെ പരിചയപ്പെട്ടുള്ള സുഹൃത്തുക്കൾ, അവർ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖല, അതിനുള്ളൊരു പാഷൻ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം പറയേണ്ടത്, നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് ഞാൻ ചെയ്യുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് രണ്ടാമത്തതാണ് ഞാൻ എന്ത് ബിസിനസ് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ തീരുമാനം. നാലാമത്തത്, അത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ പരമാവധി ഒബ്സർവ് ചെയ്യുകയും അവരോട് കൺസൾട്ടേഷൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും മടിയായി കാണിക്കരുത്. കാരണം പലപ്പോഴും കോമ്പറ്റീറ്ററാണ് എനിക്ക് ഉപദേശം തരില്ല എന്ന് കരുതിയിട്ട് ആളുകൾ കാണാതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. തരാൻ ആഗ്രഹിക്കുന്നവൻ തരട്ടെ, അല്ലാത്തവൻ മാറ്റി നിർത്തട്ടെ, പക്ഷെ നമുക്ക് മീറ്റ് ചെയ്യാലോ. ഒരുപാട് പേര് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണെന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മളടുത്തോട്ട് വന്നാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ലീഗലായിട്ടുള്ള കാര്യമാണ്. യു എ സംബന്ധിച്ചിടത്തോളം ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് പല എമിറേറ്റുകൾ കൂടി രൂപീകരിച്ചിട്ടുള്ള. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് എമിറേറ്റിൽ ഞാൻ ബിസിനസ് ചെയ്യണമെന്നുള്ള, അതും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാൾ തീരുമാനിക്കണം ഞാൻ ഏത് ബിസിനസ് ചെയ്യണം, അതുപോലെ ഏത് എമിറേറ്റിൽ ചെയ്യണം എന്നുള്ളത്. അതിനുശേഷമാണ് നമുക്ക് മെയിൻലാൻഡ് വേണോ, ഫ്രീ സോൺ വേണോ, ഓഫ് ഷോർ വേണോ, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ. അപ്പോൾ അത് കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ ചുമതല. അതായത് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ CS കമ്പനി സെക്രട്ടറി എന്നൊക്കെ രീതിയിലുള്ള ആളുകളാണ് ആ ഒരു ചുമതല നിർവഹിക്കുന്നത്. CA അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഇവിടെ ഒരു ബിസിനസ് സെറ്റപ്പ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ കൃത്യമായ ഗൈഡൻസ് നമ്മൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ യു എ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടുത്തെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വളരെ ഫ്രീ ആക്സസ് ആണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ ഒക്കെ വളരെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ബിസിനസ് കൺസൾട്ടന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട്? അതായത് അതിപ്പം നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. അപ്പോൾ ഫ്രീ സോൺസിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ ഫ്രീ സോണിലും മെയിൽ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ വെബ്സൈറ്റ് നോക്കിയാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും, നിങ്ങൾക്ക് ഒരു കൺസൾട്ടന്റ് ആവശ്യമില്ല. പക്ഷേ ഇവിടെ 60-ലധികം ഫ്രീ സോൺ ഉണ്ട്. ഏത് ഫ്രീ സോണിൽ ചെയ്യണം എന്നുള്ള എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. മെയിൻ ലാൻഡിൽ നിങ്ങൾ വരുന്നു. ഇപ്പം നാട്ടിലാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, LLP ഉണ്ട്. യു എ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സർവീസ് സെക്ടറിൽ ഒരാൾ വരികയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, സിവിൽ കമ്പനി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ഉണ്ട്, ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, മറ്റു ലീഗൽ ടൈപ്പ് ഒക്കെ ഉണ്ട്, PJC നിങ്ങൾ ബാങ്കിലൊക്കെ ആണ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും എന്താണ് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നും സിവിൽ കമ്പനി എന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ ഇപ്പോൾ സുവീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സുവീന് ഏതാണ് ആപ്റ്റ് എന്നിങ്ങനെ മനസ്സിലാക്കുക. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഒക്കെ ഉള്ള വളർച്ച വന്നുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ChatGPTയിലോ മെറ്റയിലോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആവശ്യമാണ്. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസ് വരും. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളും അതായത് നമുക്ക് വേണ്ട ബിസിനസ് അതിനേക്കാളും ഉപരി അവർ ചെയ്യാൻ പോണ കാര്യങ്ങളെക്കാളൊക്കെ ഉപരി സ്വയം തീരുമാനിക്കും ഇന്ന ആക്ടിവിറ്റി എനിക്ക് നല്ലതെന്ന്.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ. അതായത് ഇ കൊമേഴ്സ് ലൈസൻസ് ഉണ്ടാക്കണമെന്നിട്ട് നമ്മൾ സമീപിക്കും. ഇ കൊമേഴ്സ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കും എന്ന് കരുതുക. പക്ഷെ പുള്ളിക്ക് വേണ്ടത് ആമസോണിലോ നൂണിലോ കയറി ഒരു വെണ്ടറോ സെല്ലറോ ആവലാണ്. അതിന് ഇ കൊമേഴ്സ് ലൈസൻസ് വേണ്ട. ഓക്കെ. അത് ഈ ഒരു ട്രേഡർക്ക് എന്ത് ബിസിനസ് ചെയ്യുന്ന ട്രേഡർക്കും അതിൽ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ഒരു റോള് വരുന്നത്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ എപ്പോഴും ലൈസൻസ് ഉണ്ടാക്കുന്നത്. അതെ, അപ്പൊ ഈ ആക്ടിവിറ്റീസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എത്ര തരത്തിലുള്ള ബിസിനസ് ഇതുണ്ട് ഇവിടെ വെച്ചാൽ ലൈസൻസിന് എത്ര മാത്രം ലൈസൻസിന്റെ ലീഗൽ ടൈപ്സ് ആണ് പറയുന്നത്. legal ലീഗൽ ടൈപ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഈ സോൾ എസ്റ്റാബ്ലിഷ്മെന്റ്, സിവിൽ കമ്പനി, LLC എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ലിമിറ്റഡ് ലയബിലിറ്റിയിൽ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് വരുന്നത്. ഓക്കെ. പിന്നെ ആക്ടിവിറ്റീസ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ലിമിറ്റഡ് ലയബിലിറ്റി മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. എക്സ്പാട്രിയേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു UAE നാഷണൽ തുടങ്ങുമ്പോൾ അവർക്ക് സോൾ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാം, അല്ലെങ്കിൽ GCC നാഷണൽസിനെ ചെയ്യാം. അപ്പം ചോദിച്ച ചോദ്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. ആ ഒരു ടൈപ്പ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ അതോറിറ്റി മറ്റ് പിന്നെ സോൺസ്, ഫ്രീ സോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പൊ UAE സംബന്ധിച്ചുള്ള റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ മേഖലയാണല്ലോ. അപ്പൊ ഈ റിയൽ എസ്റ്റേറ്റിന്റെ ലൈസൻസും ഈ നോർമൽ ലൈസൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റിയൽ എസ്റ്റേറ്റിന്റെ വലിയൊരു വ്യത്യാസമുണ്ട്. അതായത് റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന മെയിൻലാൻഡ് തന്നെയാണ്. അതിന്റെ കാരണം മെയിൻലാൻഡിലായിരിക്കും നിങ്ങളുടെ കൂടുതലും ക്ലയൻസ് ഉണ്ടാവുക. അതുപോലെ പ്രൊജക്ട് നടക്കുന്നത് എല്ലാം മെയിൻലാൻഡിലാണ്. അടുത്തത് നിങ്ങൾ ഡൂബിസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഫൈൻഡർ, ബയൂത്ത് തുടങ്ങിയ ഏതൊരു പിന്നെ പ്ലാറ്റ്ഫോമിലായാലും പോർട്ടലായാലും നിങ്ങളുടെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയന്റിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യണമെങ്കിൽ DLD, ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ്, അത് അണ്ടറിലുള്ള റിറ എന്ന് പറയുന്ന റെഗുലേറ്ററി ആണ് അത് നിയന്ത്രിക്കുന്നത്. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി. അപ്പം റിറയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് മെയിൻലാൻഡ് ലൈസൻസ് ആണ് ഏറ്റവും ഉത്തമം. ഫ്രീ സോൺസുകളുള്ള ലൈസൻസിന് റിറ അപ്രൂവൽ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ മെയിൻലാൻഡിൽ എടുത്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ റിറയുടെ അപ്രൂവൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ ലൈസൻസ് ഉണ്ടാക്കാൻ. രണ്ട്, റിറയുടെ പല ആക്ടിവിറ്റീസിനും നമുക്ക് അവിടെ പോയി ട്രെയിനിങ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ക്വാളിഫൈഡ് ആവണം. അപ്പോൾ ആ ട്രെയിനിങ് എടുക്കണമെങ്കിൽ തന്നെ ഡിഗ്രി ഉള്ള ആളുടെ ഫീസ് അല്ല ഡിപ്ലോമക്കാരന് അല്ലെങ്കിൽ ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാർക്കുള്ള. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. അപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് ലൈസൻസ് ഉണ്ടാക്കി അത് നമ്മളൊരു പ്ലാറ്റ്ഫോമിലൂടെ വിൽക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ മെയിൻലാൻഡ് പറ്റുള്ളൂ. മറ്റൊന്ന്, മെയിൻലാൻഡിൽ തന്നെ റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ ആവാം. റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെയുള്ള വലിയ ഡെവലപ്പേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ വലിയ ബ്രാൻഡുകളൊക്കെ. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടി വിൽക്കുന്ന അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പല ആക്ടിവിറ്റീസും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് റിറ നൽകിയിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഒരു 20+ ആക്ടിവിറ്റീസിന്റെ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത് ഒരു ബ്രോക്കർ ആയിട്ട് വരുന്ന ആളുകളുടെ എൻക്വയറീസ് ആണ് നമുക്കൊക്കെ വരുന്നത്. അപ്പൊ അതിനാണെങ്കിൽ നമ്മൾ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലൈസൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അതെടുത്തുകൊണ്ട് നമ്മളത് കൃത്യമായി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയുള്ള ലൈസൻസ് നമ്മൾ എടുക്കേണ്ടത്? കാരണം ഒരുപാട് പേർക്ക് അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേര് ലൈസൻസ് ഇല്ലാതെ ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് എന്താ പറയുക ലീഗലായിട്ട് തന്നെ നമുക്കൊരു ബ്രോക്കർ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം? സുവിൻ, നല്ല ചോദ്യമാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലൈസൻസ് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കിൽട്ടൺസിലേക്ക് എൻക്വയറി വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൽ പറയുമ്പോൾ വെരി സിമ്പിളാണ്. 2 ആക്ടിവിറ്റീസാണ് അതിനകത്തുള്ളത്. ഈ 2 ആക്ടിവിറ്റീസും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് ലൈസൻസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ മേഖലയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അത് മാത്രം ചെയ്യാം. എന്തൊക്കെയാണ് ആ 2 മേഖല എന്ന് ചോദിച്ചാൽ, ഒന്ന്, നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ബ്രോക്കർ ആവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിംഗ് മൊത്തം വിൽക്കുന്നു, അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്തുള്ള ഫ്ലാറ്റുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആവാം, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആവാം, ഷോപ്പ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ബ്രോക്കറായി നിൽക്കുന്നു. അപ്പോൾ റെസിഡൻഷ്യൽ വീടുകൾ വാങ്ങുന്നു, വിൽക്കുന്നു, ഇതെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിന് പറയാം റിയൽ എസ്റ്റേറ്റ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ബ്രോക്കറേജ് ആണ്. അടുത്തത് റിയൽ എസ്റ്റേറ്റ് ലീസിംഗ് ബ്രോക്കറേജ് ആണ്. അത് നമ്മളൊക്കെ താമസിക്കുന്ന വില്ലകളോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അത് സാധാരണ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ആളുകളെ ലിസ്റ്റ് കണ്ടിട്ട് വിളിക്കുന്നു. അവരപ്പം അതർ ആളുകളുടെ ഓണർഷിപ്പിലുള്ള ലീസിന് കൊടുക്കാനുള്ളതിന്റെ ബ്രോക്കറായി നിൽക്കുന്നു. അതിന്റെ ലീസിന് നമ്മൾ എടുക്കാൻ നേരത്തെ 5% കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന ആ ആക്ടിവിറ്റിക്കാണ് ഈ ലീസിങ്ങിന്റെ ബ്രോക്കറേജ് പറയുക. അപ്പൊ ഈ 2 ആക്ടിവിറ്റീസും ഒരേ ലൈസൻസിൽ ഇടാം. പക്ഷെ അതിന് DLDയിൽ ഓരോ ആക്ടിവിറ്റിക്കും ഫീസ് ഉണ്ട്. ആ ഫീസ് ഉണ്ട്. പിന്നെ ട്രെയിനിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബ്രോക്കർ ലൈസൻസ് തുടങ്ങാനായി സാധിക്കും.
ഇതില്ലാതെ നമ്മളൊരു വെറുതെ ഒരു ബ്രോക്കർ, ഇപ്പൊ ചിലരൊക്കെ ഈ കൊമേഴ്ഷ്യൽ ബ്രോക്കർ എന്നൊക്കെ മറ്റു ലൈസൻസ് ആ, എടുക്കും. ആ. അങ്ങനെ ഒന്നും ചെയ്താലൊന്നും ഉം. റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ലീഗലി കറക്റ്റ് വേലല്ല പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഉം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമായിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഒരു മീഡിയയിലും. ഉം. അത് നിയമവിരുദ്ധമാണ്. ഓക്കെ, ഇതൊരു ലോങ് പ്രോസസ് ആണോ ഇതിങ്ങനെ ഇത് എടുക്കുന്ന ബ്രോക്കർ? യു എ സംബന്ധിച്ചിടത്തോളം ഉം. ഇതൊന്നും ഒരു ലോങ് പ്രോസസ് ഒന്നുമല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ട്രേഡ് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കും, DLD അപ്രൂവൽ എടുക്കാൻ സാധിക്കും. എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർക്കാവുന്നതേ ഓക്കെ, ഉള്ളൂ. അതിനോടുകൂടി തന്നെ ഇപ്പൊ ഈ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ലൈസൻസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഫുഡ് ഇൻഡസ്ട്രിയിൽ അതൊരു കടൽ പോലെ കിടക്കുന്ന ഒരു മേഖലയാണ്, അടുത്തൊരു മേഖല. ഓക്കെ. എന്താണ് ഫുഡിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ പ്രത്യേകത ഉണ്ട്. അത് വെറും ഒരു ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാം, ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് പിന്നെ അതർ ആളുകളുടെ ഒക്കെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്ട്സിന്റെ ഉം. ഡീലർഷിപ്പ് പോലെ എടുത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഇങ്ങനെ ഫുഡ് സ്റ്റെഫ് ട്രേഡിങ്ങിന്റെ ആക്ടിവിറ്റി കൊണ്ട് ചെയ്യാൻ പറ്റും. ഫുഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അതിനുശേഷം പിന്നെ അടുത്ത ഫുഡ് സ്റ്റെഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ബേബി ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പാക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന ഫുഡുകൾ നമ്മൾ കാണാം, ഓരോ ബ്രാൻഡൊക്കെ ഇട്ടുകൊണ്ട്. അല്ലെങ്കിൽ കറി പൗഡർ, ഇപ്പൊ നമ്മുടെ തന്നെ സുഹൃത്തുക്കളെ നെല്ലറ അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റി ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓരോ ബ്രാൻഡ് കാണാം. ഇതിനൊക്കെ ഈ എഡിബിൾ ഐറ്റംസ് എന്ത് വരാണെങ്കിലും ദുബായ് മുനിസിപ്പാലിറ്റിന്റെ ഫുഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ എടുക്കണം. ഓരോ പ്രോഡക്റ്റിനും നമുക്ക് ഉം. പ്രോഡക്റ്റ് രജിസ്ട്രേഷനും പ്രോഡക്റ്റ് ബാർകോഡ്, പ്രോഡക്റ്റ് പിന്നെ ടെസ്റ്റിങ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ ഉം. ഈ എഡിബിൾ ഐറ്റംസ് ഓക്കെ. വിൽക്കാനായി സാധിക്കുള്ളൂ. അത് ഇന്റർനാഷണലി വരുന്നതായാലും യു എയിൽ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിലൊക്കെ അതാണ്. ഉം. അടുത്തത് ഫുഡിന്റെ പാക്കേജിങ് ഇൻഡസ്ട്രി ഉണ്ട്. ഉം. മനസ്സിലായില്ല? അപ്പൊ പാക്കിംഗ് ഉണ്ട്, ഫ്ലോർ മില്ലുണ്ട്, ഫുഡ് പിന്നെ മായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സീ ഫുഡൊക്കെ ചെയ്യുകയാണെങ്കിൽ കോൾഡ് സ്റ്റോറേജ് വെച്ചിട്ടുള്ളതുണ്ട്, ഉം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ട്രേഡിങ്. അങ്ങനെ അതൊരു ഉം. വരുന്ന കൺസൾട്ടൻസി കൊടുക്കുമ്പോൾ നമുക്ക് ഫുഡ് സ്റ്റെഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് സംസാരിക്കും നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള. ഉം. ഈ ഫുഡ് സ്റ്റെഫ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട എക്കണോമിക്കിന്റെ ആക്ടിവിറ്റിയിൽ തന്നെ കൃത്യമായിട്ട് ഡേറ്റ്സ് ട്രേഡിംഗ്, റൈസ് ട്രേഡിംഗ്, ഡ്രെയിൻസ്, ഇങ്ങനെ ഒരു ട്രെയിൻസ് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഓക്കെ, ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. ഷുഗർ വരെ സെപ്പറേറ്റ് ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ. ഇതെല്ലാം വെക്കണമെന്നല്ല, ജനറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഇട്ടാലും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ വ്യക്തത ഉണ്ട് അതിനകത്ത് എന്താ വേണ്ടത്. ഒരു പർട്ടിക്കുലർ ഏരിയനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടാണ് ഒരിക്കലും നമ്മൾ ലൈസൻസ്. അതെ അതെ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും ഒരു ഫുഡ് സ്റ്റെഫ് ട്രേഡിംഗ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കല്ല. ഉം. അവരുടെ പ്രോഡക്റ്റിന്റെ രജിസ്ട്രേഷൻ, അതിന്റെ ടെസ്റ്റിംഗ്, മുനിസിപ്പാലിറ്റി അപ്രൂവൽ, ബാർകോഡിംഗ് തുടങ്ങി ഉം. ഒരു എൻറ്റയർ പ്രോസസ് ഉണ്ടല്ലോ. ഉം. അതിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, അതുമായി ബന്ധപ്പെട്ടത്. ഇപ്പൊ കോൾഡ് സ്റ്റോറേജ് ഒരാൾക്ക് ഇല്ല ഉം. എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഓക്കെ. വീക്കിലി പ്രൈസിൽ. ഉം. എല്ലാം നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷനാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഒരു ട്രേഡ് ലൈസൻസ് മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിച്ചതിനിടയിൽ നെല്ലറ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ കാര്യം പറഞ്ഞു. അതെ. ഇപ്പൊ ഈ ബ്രാൻഡിങ് ചെയ്യുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താ? ഇപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ബ്രാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമ്മളൊരു ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പാറ്റന്റ് ഒരു പ്രൊഡക്റ്റിന് എടുത്തിട്ടില്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് അത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ പറ്റും, ലീഗലി നമുക്ക് റൈറ്റ്സ് നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിലെ ഉം. പൊതുവായ തത്വം. ഓക്കെ. അതായത് കോപ്പിറൈറ്റ് ആവാം, പാറ്റന്റ് ആവാം, ട്രേഡ് മാർക്ക് ആവാം. ഉം. അപ്പൊ ഈ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ലെങ്കിൽ, പണ്ട് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു യു എയിൽ. 40-ലധികം ബ്രാഞ്ചുള്ളൊരു ഒരു പിന്നെ സ്ഥാപനം ഇവിടുന്ന് പൂട്ടിപ്പോയി, റെസ്റ്റോറന്റ് ചെയിൻ. അവരോട് അതിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ ഞങ്ങൾ ബഹുമാനത്തോട് കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, ഇല്ല റിയാസ്, ഞാൻ എല്ലാ എമിറേറ്റിലും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. എല്ലാ എമിറേറ്റിലും ലൈസൻസ് ഉണ്ടല്ലോ. മരിച്ചുപോയ ഒരു മഹാനായ വ്യക്തി ഒരു ജ്വല്ലറി ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹവും ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ മലയാളികൾ ശ്രദ്ധിക്കാതെ ഇരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ട്രേഡ് മാർക്ക് എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും അല്ലെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിളിക്കുന്നുണ്ട്. കാരണം പഴയതിനേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ വന്നു, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം വന്നു, ബ്രാൻഡ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളൊരു അവയർനെസ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഒരു ബ്രാൻഡ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് എൻ്റെയർ UAE ആണ് പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ, ഞാൻ കിൽട്ടൺസ് എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ദുബായിലോ അബുദാബിയിലോ മറ്റൊരാൾക്ക് കിൽട്ടൺസ് തുടങ്ങാനായി സാധിക്കും. പക്ഷെ അത് തുടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ട്രേഡ് മാർക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് 10 വർഷത്തേക്ക് ഓൾ ഓവർ UAE നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അത് തന്നെ നമ്മൾ കിൽട്ടൺസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ UAE മാത്രമല്ല, സൗദി അറേബ്യ അല്ലെങ്കിൽ ബഹ്റൈൻ, ഖത്തർ, അങ്ങനെ എവിടെ വേണമെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ GCC മാത്രമല്ല വേൾഡ് വൈഡ് ചെയ്യും. പിന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതായത് ഇന്റർനാഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രജിസ്ട്രേഷൻ അങ്ങനെ ഇല്ല, ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ഒരു 70 രാജ്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഈച്ച് കൺട്രിയുടെയും കോട്ട് സെപ്പറേറ്റ് എടുക്കുക.
ഓക്കെ. മനസ്സിലായില്ല. അപ്പൊ അല്ലെങ്കിൽ സൂപ്പർ ബ്രാൻഡ് പോലെ ഇപ്പൊ പെപ്സിയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവർക്ക് ഇന്റർനാഷണൽ എല്ലാ രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ടാവുന്ന പോലെ അത്രയും ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പർട്ടിക്കുലർ കൺട്രീസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ട്രേഡ് മാർക്ക് എടുക്കാന്നാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. കാരണം അത്രയും വലിയൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷന് വേണ്ടി മാത്രമായിട്ട്. ഓക്കെ. ഇപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് വീണ്ടും ഗോൾഡിന്റെ ഒരു ഇത് വന്നു, ജ്വല്ലറി ബേസിസ് ആണ്. അപ്പൊ ഒരു ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മളൊരു ജ്വല്ലറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ലൈസൻസിന്റെ ഇമ്പോർട്ടൻസ്, കാരണം ഞാൻ ചോദിക്കാൻ കാരണം ആ. ഇപ്പൊ ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് വന്നു, അതുപോലെ തന്നെ വാറ്റ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കൺട്രിയിൽ വന്നിട്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലോ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗോൾഡ് റിലേറ്റഡ് ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ ലൈസൻസിന്റെ എന്തായി? ഗോൾഡിലും പ്രത്യേകത ഉണ്ട്. അതായത് ഗോൾഡ് ഇൻഡസ്ട്രിയിൽ തുടങ്ങുകയാണെങ്കിൽ ഒന്ന് UAE ഈ ദുബായ് എന്ന് പറഞ്ഞ എമിറേറ്റ് സിറ്റി ഓഫ് ഗോൾഡ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ളത് ഗോൾഡിന് ഇവിടെ ടാക്സ് ഫ്രീ എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നെ ഗോൾഡ് വരുന്നതും. UAE ഗോൾഡ് ഇന്റർനാഷണൽ ഗോൾഡ് പ്രൈസ് വെച്ചിട്ടാണ് ദേര ഗോൾഡ് സൂക്കിലൊക്കെ ട്രേഡിംഗ് നടക്കുന്നതൊക്കെ, ഫിക്സിങ്ങും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഒന്ന് ഗോൾഡിൽ ലൈസൻസ് ഉണ്ടാക്കാൻ നേരത്ത് വരിക, ആദ്യത്തെ തുടങ്ങുകയാണെങ്കിൽ ഈ മൈനിങ് സെക്ടറിൽ നിന്ന് UAE ഗോൾഡ് കൊണ്ടുവരുന്നു, ആഫ്രിക്കയിൽ നിന്നാവാം, ഇന്തോനേഷ്യയിൽ നിന്നാവാം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ആക്ടിവിറ്റി നോൺ മാനുഫാക്ചേർഡ് പ്രീഷ്യസ് മെറ്റൽസ് ട്രേഡിംഗ് എന്നുള്ളതാണ്. അതായത് ഈ ബുള്ളിയൻ ട്രേഡിംഗ് എന്ന് ഇവിടെ കോമൺ ആയിട്ട് വിളിക്കുന്ന സാധനമാണ്. അടുത്തത് ആ ബുള്ളിയൻ അത് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അസേ എടുക്കേണ്ടി വരും, ലബോറട്ടറി ഉണ്ടാവും. അപ്പോൾ അതിന് ഗോൾഡ് ലബോറട്ടറി ലൈസൻസിന്റെ ആക്ടിവിറ്റി ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പിന്നെ ഇത് ഒരു ഓർണമെന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ അതിന് മുമ്പായിട്ട് TT ബാർ കിലോ ബാർ എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. അതിന് റിഫൈനറി ലൈസൻസ് ഉണ്ട്. അതായത് ആഫ്രിക്കയിൽ നിന്ന് കൊടുക്കുന്ന ഈ റോ ഗോൾഡിനെ റിഫൈൻ ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് അതിൽ കോപ്പർ, കൊബാൾട്ട്, സിങ്ക്, സിൽവർ എല്ലാം ഇങ്ങനെ പല മെറ്റൽസും മിനറൽസും ഒക്കെ അതിലുണ്ടാവും. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഗോൾഡ് റിഫൈനറീസ് UAE ഉണ്ട്, ഒരുപാടുണ്ട് ഗോൾഡ് റിഫൈനറീസ്. അപ്പോൾ ഗോൾഡ് റിഫൈനറി ലൈസൻസ് നമുക്ക് എൻക്വയറി വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ട്രേഡിംഗ്, അതായത് ദേര ഗോൾഡ് സൂക്കിലൊക്കെ പോയാൽ ബുള്ളി എന്നൊക്കെ പറയുന്ന പോലെ TT ബാർ, കിലോ ബാർ ഒക്കെ ആയിട്ടുള്ള കോയിൻസ്, പാംബാർ, വാൽക്കമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ബ്രാൻഡൊക്കെ വിൽക്കുന്ന അങ്ങനെ ട്രേഡിംഗ് ഉണ്ട്. അതിന് നമുക്ക് പ്രീഷ്യസ് മെറ്റൽ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് അത് ഓർണമെന്റ്സ് മാനുഫാക്ചറിങ് പോവുകയാണെങ്കിൽ ഗോൾഡ് സ്മിത്ത് ലൈസൻസ് ഉണ്ട്, ഗോൾഡിന്റെ ഓർണമെന്റ്സ് മാനുഫാക്ചറിങ് ലൈസൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ സെക്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓർണമെന്റ്സ് ട്രേഡ് ചെയ്യണം. അത് ഹോൾസെയിൽ ഓർണമെന്റ്സ് ട്രേഡിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റീറ്റെയിൽ ഓർണമെന്റ്സ് ട്രേഡിംഗ് ഉണ്ട്. ഞാൻ ഇതുകൊണ്ട് പറഞ്ഞത് ഒരു കൺസൾട്ടന്റിന്റെ ആവശ്യം മനസ്സിലായില്ലേ? ഒരു ഗോൾഡ് സെക്ടർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതിൽ ഇത്ര അധികം ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ഈ ഗോൾഡിലെ ലൈസൻസ് എടുക്കുമ്പോൾ ഇവിടെ സിറ എന്ന് പറഞ്ഞൊരു അപ്രൂവൽ ഉണ്ട്, സെക്യൂരിറ്റി ഇൻഡസ്ട്രി റെഗുലേറ്ററി ഏജൻസി. അത് ദുബായ് പോലീസിന്റെ അണ്ടറിലുള്ള ഏതൊരു സ്ഥാപനത്തിലേക്ക് ഗോൾഡ് ഷോപ്പിലേക്ക് നിങ്ങൾ പിന്നെ രാവിലെ ഇപ്പോൾ ഒരു ഓണർ എൻട്രി ആണെങ്കിൽ പോലും ആ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് അടിക്കണം. അയാൾ ആ വ്യക്തി പാസ്വേഡ് അടിക്കാൻ വിട്ടുപോയാൽ എംപ്ലോയിയോ അല്ലെങ്കിൽ ഓണറോ ആവാം, പോലീസിലേക്ക് ഇൻഫർമേഷൻ പോകും, അതിനർത്ഥം ഒരു കള്ളം കയറി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സെൻസേഴ്സ് അവിടെ ഉണ്ട്. ഓരോ ജുവല്ലറി സൂക്ഷിക്കുന്ന ഷെൽഫിന് വരെ വൈബ്രേറ്റ് ചെയ്താൽ പോലും പോലീസിൽ അറിയും. അത്രയും സെക്യൂർഡ് ആണ് ദുബായ് എന്ന് പറയുന്നത്, എമിറേറ്റ് ആയാലും UAE. അപ്പോൾ ഗോൾഡ് സൂക്കിലൊക്കെ നിങ്ങൾ ഒരു ആൾ ചെന്ന് നിങ്ങൾ മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചാൽ അവിടെ പാനിക് ബട്ടൺ അടിച്ചാൽ പോലും പോലീസ് ഒരു സ്പോട്ടിലൂടെ ഓടി വരും. അത്രയുണ്ട്. അപ്പോൾ ആ കണക്ടിവിറ്റി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിന്റെ അപ്രൂവൽ എടുക്കണം. പിന്നെ അടുത്ത ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ആന്റി മണി ലോണ്ടറിങ്ങിന്റെ അപ്രൂവൽ വേണം. AML കംപ്ലൈൻസസിന്റെ ഓഫീസറെ വെക്കണം. അതിൽ തന്നെ വാറ്റ് രജിസ്ട്രേഷൻ, ബാങ്ക്, പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ടാക്സ് രജിസ്ട്രേഷൻ, ഇങ്ങനെ തുടങ്ങി അതൊരു പ്രോസസ്സാണ്. ഇപ്പം AML കംപ്ലൈൻസസിൽ വരുന്ന ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള കൺസൾട്ടൻസി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ അസിസ്റ്റന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഗോൾഡിനല്ല, ഏത് മേഖലയല്ല. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ എന്താ പറയുക, ഒരു കടൽ പോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റിയാണ്. ഞാൻ ഓരോ ആക്ടിവിറ്റി പറയുമ്പോൾ ഈ കടൽ പോലെ എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ പിന്നെ ഒരുപാട് സെക്ടേഴ്സുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ്. അതേസമയം ചോദിച്ചാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തന്നെ ഒരാൾ തുടങ്ങാൻ വന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങി കൊടുക്കുക എന്നുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ട് അതിനകത്ത്. ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ ഒരാൾ വന്നാൽ സ്റ്റുഡിയോ എന്നുള്ള ആക്ടിവിറ്റി ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഗോൾഡൊക്കെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ലൈസൻസാണ്. ഓക്കെ. ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ലബോറട്ടറി ലൈസൻസ് എന്ന് പറഞ്ഞു. ഇപ്പൊ കെമിക്കൽ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ, കെമിക്കൽ റിലേറ്റഡ് ലൈസൻസിന്. അതും കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് അല്ലേ? അപ്പൊ അതിന് എന്തെങ്കിലും കെമിക്കൽ, ഈ കോംപ്ലിക്കേഷൻ എന്നുള്ള വാക്ക് പിന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ അതിന്റെ സർവീസ് കൊടുത്തിട്ട് ശരിയായി കൊടുക്കും. അല്ല, ഞാൻ അതുകൊണ്ട് ചോദിക്കുന്നല്ല. ഇപ്പൊ നമുക്ക് ഒരു ഈസി ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പൊ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അപ്പൊ ഒരു കെമിക്കൽ റിലേറ്റഡ്, ഇപ്പൊ ഞാൻ ഒരു ഗോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ഗോൾഡിൽ ഇത്രയും കൂടുതലുള്ള ആക്ടിവിറ്റീസ് അതിൽ നടക്കേണ്ടത് കെമിക്കലിലെ കൺസഷൻ കെമിക്കൽസ് എന്നിട്ട് ആക്ടിവിറ്റി ഉണ്ട്. ഈവൻ നമ്മുടെ ഡിറ്റർജൻസ് വരെ കെമിക്കലാണ്. ഇപ്പോൾ ഒരു വാഷിംഗ് പൗഡർ ഡിറ്റർജന്റ് ഉണ്ടാക്കണമെങ്കിൽ പോലും
അത് കെമിക്കൽ ആയതുകൊണ്ട് ദുബായ് പോലീസിന്റെ അണ്ടറിലൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഉം. ആ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് നർക്കോട്ടിക്കായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പെർമിഷൻ എടുക്കണം. ഓക്കെ. എന്താണ് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചിട്ട്. കാരണം അത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായതുകൊണ്ടാണ് പോലീസ് അവരെ പോയി അപ്രൂവൽ എടുത്ത് നമ്മളെ കാര്യം മനസ്സിലായി അത് എന്താ പറയാ കറക്റ്റ് എന്ത് കെമിക്കലാണെന്നുള്ളത് ഉം. അവിടെ പറഞ്ഞ് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമാണ് അത് എടുക്കാൻ സാധിക്കുക. മറ്റൊന്ന് ട്രേഡ് ലൈസൻസിൽ വരുന്ന ആളുകളുടെ ബയോമെട്രിക് എടുത്തിട്ട് അവരുടെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും കൂടി ഉം. ആവശ്യമാണ് ഈ കെമിക്കൽ ട്രേഡിംഗ് ചെയ്യാനായിട്ട്. ഞാൻ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് വരുന്നില്ല, കാരണം കെമിക്കൽ ട്രേഡിംഗ് ഒരു സെൻസിറ്റീവ് ആക്ടിവിറ്റിയാണ്.